പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം നമ്മുടെ കണ്ണീമൻ ഒന്നേക്കുണ്ടായിട്ടാണ്. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള വെള്ളിയാഴ്ചയെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് വിളിച്ച പിതാക്കന്മാർ നമ്മുടെ എല്ലാ ദിവസങ്ങളെയും സ്വർണ്ണ ദിവസങ്ങളാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശം നമ്മൾ കേട്ടു. അങ്ങനെ നമ്മൾ ഓരോ അപ്പോസ്തലന്മാർ ഓരോ സ്ഥലങ്ങളിൽ പോയി അവർ ചെന്ന ഇടങ്ങളിലെ എല്ലാ ദിവസങ്ങളെയും സ്വർണ്ണ ദിവസങ്ങളാക്കി. അങ്ങനെ ആയിരക്കണക്കിന് പേരെ സഭയോട് ചേർന്നു എന്നാണ് പറയുന്നത്. ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പോയി അവർ കർത്താവിൻ്റെ സാക്ഷികളായി സഭയിലെ ആളിനെ ചേർക്കുമെന്നാണ് പറഞ്ഞത്. കർത്താവ് പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞൊരു കാര്യം, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്, പോയി പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നാൽ ഞാൻ ചെയ്തതിനൊക്കെ വലിയ കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് കർത്താവ് ചെയ്തതിനൊക്കെ വലിയ കാര്യം ചെയ്യിപ്പിക്കുന്ന ഒരു പദ്ധതി എനിക്കുണ്ട്. നമ്മൾ ചെയ്തു പോരേണ്ടതിന് മുന്നിരിക്കുന്ന സൽപ്രവൃത്തികളിലൂടെ അനേക ദൈവത്തെ കാണും, അനേക ദൈവക്ഷത്ത് വരും. അത് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമായോ എന്ന് പരിശോധിക്കുകയാണ്. യോഹന്നാൻ 14:12 നമ്മൾ നിവൃത്തിയായോ? കർത്താവ് ചെയ്തതെല്ലാം നമ്മൾ ചെയ്തോ? കർത്താവ് ചെയ്തത്തെ കൊണ്ടുള്ള വിശ്വാസം നമുക്കുണ്ടോ? ആ വിശ്വാസം ഉറച്ചതാണോ? വിശ്വാസം ഉറയ്ക്കാമെങ്കിൽ യേശു ചെയ്തതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. യേശു ചെയ്തതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ബലഹീനനായിരുന്ന ഭീരുവായിരുന്ന പത്രോസിനെ കൊണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാര്യം സാധിക്കില്ലേ? പത്രോസ് യായിക്ക് ഭീരുത്വം ഉണ്ടായിരുന്നെങ്കിലും പിന്മാറ്റം ഉണ്ടായിരുന്നെങ്കിലും ദൈവസ്നേഹത്തിൽ പത്രോസിനെ ഉറപ്പിച്ചിട്ട് 10 ദിവസം പിതാവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന് യേശുക്രിസ്തു പറഞ്ഞ് പഠിപ്പിച്ച വചനം മുഴുവനും ഹൃദയത്തിൽ അയവിറക്കി അത് ധ്യാനിച്ച് അത് ഇണചേർത്ത് ഹൃദയം സമുദ്രം പോലെ വിശാലമായപ്പോൾ നദി പോലെ സമാധാനത്തിൻ്റെ ഉള്ളിലേക്ക് ഒഴുകി വന്നിട്ട് അത് തന്നെ കവിഞ്ഞൊഴുകി തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അത് കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ജന്മനാ മുടന്തനായിരുന്നവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവന് ഭിക്ഷ ചോദിച്ചു. അവൻ നക്കാപ്പിച്ചാൽ മതിയായിരുന്നു. വെള്ളം തരണേന്ന് പറഞ്ഞു. നീ ഉദ്ദേശിക്കുന്ന അല്ല, ഞങ്ങൾ അതിനേക്കാൾ വലിയ സാധനമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങൾ അതെല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ആ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേരെന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റു. വെള്ളിയെ കൊണ്ട് പൊന്നിനെ കൊണ്ട് സാധിക്കുന്നതിനൊക്കെ വലിയ കാര്യം സാധിച്ചിട്ട് അവൻ ചാടി എഴുന്നേറ്റ് അവൻ്റെ ആയുസ്സിൽ ആദ്യമായി പള്ളിക്കകത്ത് കയറി. നമ്മളുടെ ശരീരം പള്ളിയിലെത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം എവിടെ എത്തണമെന്നില്ല കേട്ടോ. നമ്മളുടെ ശരീരമല്ല ഇതിനകത്തായിരിക്കുന്നത്, മനസ്സ് എവിടെയൊക്കെയോ അലഞ്ഞ് നടക്കുക. നമ്മുടെ ഹൃദയം കൂടെ പള്ളിക്കകത്ത് കയറണം, സ്വർഗത്തിലെ പള്ളിയിലെത്തണം. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോധവിചാരഹൃദയമുള്ളിൽ എത്താമെങ്കിൽ ശക്തി ഇനി വന്നിരിക്കും. ശക്തി വരാത്തതിൻ്റെ കാര്യം ഇടയ്ക്ക് മുറിവുണ്ട്, ഇടയ്ക്ക് തളർച്ചയുണ്ട്, ഇടയ്ക്ക് ഒടിവുണ്ട്. അത് മാറ്റണം. അതുകൊണ്ട് നമ്മുടെ കാലിന് എന്തെങ്കിലും ബലഹീനത ഉള്ളതിന് നന്ദി പറയണം. അത് അകത്തെ കാല് ചുവാക്കുന്നതിനുള്ള ഒരു നോട്ടീസാണ്. കാലിന് ബലഹീനതയുള്ളവർ ഒന്ന് ഹല്ലേലൂയ പറയാവോ? എന്തിനാണെന്നറിയാവോ? അകത്തെ കാല് മാൻപയുടെ കാലാകാൻ വേണ്ടി പുറത്തെ കാലിന് ചെറിയ പ്രശ്നം തന്നിരിക്കുക. അത് നന്ദി പറയാമെങ്കിൽ അകത്തെ കാല് 100% പണി പൂർത്തി കഴിഞ്ഞാൽ ചാടി എഴുന്നേൽക്കും. ഏത് പ്രതിബന്ധത്തിനുള്ളിൽ ചാടി എഴുന്നേറ്റ് മലയുടെ മുകളിൽ കയറി സഹായം ലഭിക്കുന്ന ആ കർത്താവിൻ്റെ അനുഗ്രഹവും ശക്തിയും വാങ്ങിച്ച് അനേകരിലേക്ക് കവിഞ്ഞൊഴുകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏത് അനുഭവവും സ്തോത്രത്തോടെ ദൈവസ്ഥിതിയിലേക്ക് നമ്മളെ ആകർഷിക്കാനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നക്കാപ്പിച്ച ചോദിച്ചവന് കിട്ടിയത് നടക്കാനുള്ള ശക്തി, ആരാധിക്കാനുള്ള ശക്തി, ദൈവത്തെ സ്തുതിക്കാനുള്ള ശക്തി കിട്ടി. അപ്പോൾ നമ്മളുടെ ശരീരം മാത്രം പള്ളിയിൽ വന്നാൽ പോരെ, ബോധവും വിചാരവും ഹൃദയവും പള്ളിയിലെത്തണം. അത് ഈ പള്ളിയിൽ നിന്ന് സ്വർഗത്തിലെ പള്ളിയിലെത്തണം. അത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിൻ്റെ അകത്ത് കയറാമെങ്കിൽ ആ ശക്തി പ്രാപിച്ച് ചാർജ് ചെയ്ത ബാറ്ററി പോലെ അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ചാർജ് ചെയ്ത ബാറ്ററി ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ഒന്ന് സ്വിച്ച് ഇട്ടാൽ മതി. ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഉടനെ അനങ്ങാതിരിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ വഹിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ജീവവണ്ടി സ്റ്റാർട്ടാക്കണമെങ്കിൽ ബാറ്ററിക്ക് ചാർജ് വേണം. സെൽഫ് എടുക്കാതെ എവിടെയെങ്കിലും കിടന്ന പിന്നെ മുന്തി തള്ളി പിന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരും. നമ്മുടെ ജീവവണ്ടിയുടെ ബാറ്ററിയുടെ ചാർജ് പോയി കിടക്കുന്നു. അത് റീചാർജ് ചെയ്യാമെങ്കിൽ ഒരൊറ്റ ഞെക്ക് മതി, ഒരൊറ്റ തൊഴിൽ മതി നമ്മുടെ ജീവവണ്ടി അനേകരെ വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കുതിഞ്ഞു വായി എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ജന്മനാ മുടന്തനായിരുന്നവൻ ആ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ആയുസ് നല്ലപ്പോഴാണ് അങ്ങനെ ഒരു സന്ദേശം. ഞങ്ങളെ നോക്ക്, നീ ഉദ്ദേശിക്കുന്ന വെള്ളിയും പൊന്നും അതിലെ നിനക്ക് തരാൻ പോകുന്ന ഞങ്ങളുടെ കണ്ണിൽ കൂടെ നിന്റെ കണ്ണിലേക്ക് ഒരു ശക്തി തരാൻ പോവുക, നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ആ 2 കണ്ണുകൾ 4 കണ്ണുകളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ സോളാർ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ ചാർജിങ് നടന്നു. സൂര്യൻ്റെ പ്രകാശത്തിലിരിക്കുന്ന ബാറ്ററികൾ ചാർജ് ചെയ്യുന്ന സോളാർ ബാറ്ററികളുണ്ട്. ഇതുപോലെ നമ്മുടെ കണ്ണ് പിതാവിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കാമെങ്കിൽ ആ കണ്ണിൽ നീ കണ്ണിലേക്ക് ശക്തി വരും. 120 പേർ 10 ദിവസം സ്വർഗത്തിലെ പിതാവിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അതിന് മാലാഖമാരും വിശുദ്ധന്മാരും അവരെ സഹായിച്ചു. 105-ാം സങ്കീർത്തനമാണ് അവർ
ആ സമയത്ത് അന്വർത്ഥമാക്കിയത്. അപ്പോൾ 10 ദിവസം കാത്തിരുന്നവർ യഹോവയെയും അവൻ്റെ ബലത്തെയും തിരുവീൻ, ഇടപെടാതെ അവൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞ് ഇടപെടാതെ മുഖം അന്വേഷിച്ച് അവരെ ആ സ്വർഗത്തിലെ പിതാവിൻ്റെ മുഖം അന്വേഷിച്ചപ്പോൾ പിതാവ് പുത്രനെയും പുത്രൻ പരിശുദ്ധാത്മാവിനെയും അവർക്ക് നൽകുകയായിരുന്നു. അതേ കാര്യം ആവർത്തിക്കണം. അതിനാണ് ആരാധന സ്ഥലത്ത് നോക്കാനൊരു കുരിശിൻ്റെ അടുത്ത് ചില ചിത്രീകരണങ്ങളും വെച്ചിരിക്കുന്നത്, ശ്രദ്ധയെ പിടിച്ചു നിർത്താനാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്യാഴാഴ്ച നമുക്ക് സ്വർണ്ണ വ്യാഴാഴ്ചയാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യണം? അവങ്കിലേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശത്തിലായി. ആ പ്രകാശത്തിൽ നമുക്ക് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. 10 ദിവസം 120 കാത്തിരുന്നപ്പോൾ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് അവരുടെ കണ്ണിലേക്ക് ശക്തി കയറിക്കൊണ്ടിരുന്നു. ആ പിതാവ് പുത്രനെയും പുത്രൻ പരിശുദ്ധാത്മാവിനെയും നൽകിയാലും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് പെന്തിക്കോസ്തിയിൽ 3000 പേരെ നോക്കിക്കൊണ്ട് വചനം പറഞ്ഞപ്പോൾ അവരെല്ലാം ജീവനുള്ളവരായി, മാനസാന്തരമുള്ളവരായി, വിശ്വാസികളായി അവരെല്ലാം എനിക്ക്. അപ്പോൾ യേശുവിനേക്കാൾ വലിയ കാര്യം ചെയ്തു. യേശു 3.5 കൊല്ലം മനക്കെട്ട് എത്ര എണ്ണത്തിനെ കിട്ടി? 10-11 എണ്ണത്തിനെ കിട്ടിയുള്ളൂ. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്നെ ഒന്ന് നോക്കാൻ വേണ്ടി 11 എണ്ണത്തിനെ കിട്ടിയുള്ളൂ. പക്ഷെ പത്രോസ് പെന്തിക്കോസ്തി കഴിഞ്ഞപ്പോൾ ഒറ്റ സംഘത്തിന് എത്ര എണ്ണത്തിനെ കിട്ടി? അപ്പോൾ പത്രോസ് യേശുവിനേക്കാൾ വലിയ പണി ചെയ്തോ? നമ്മളെ കൊണ്ടും പറ്റും. ഒരു കുടുംബജീവിതക്കാരൻ്റെ ഒരു മത്സ്യത്തൊഴിലാളി ഈ പറ്റുമെങ്കിൽ നമ്മളെപ്പോഴും ആകരുത്. അതുകൊണ്ട് എല്ലാ തരക്കാർക്കും ഇത് പറ്റും. കുടുംബജീവിതക്കാരൻ അമ്മായിയമ്മ ഉണ്ടായിരുന്നയാളാ അല്ലേ? ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നയാളാ. നമ്മൾ ഏത് തുറയിലുള്ളവർക്കും ഇത് പറ്റും. പക്ഷെ നോക്കാൻ പഠിക്കണം. അപ്പോൾ ഇരിക്കുമ്പോൾ ഒന്ന് നോക്കാവോ? കർത്താവ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, കൈ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്ക്. തോമാസിയായുടെ കണ്ണിലേക്ക് നോക്ക്. നാളെ പത്രോസിയായുടെ കണ്ണിലോട്ട് നമുക്ക് നോക്കാം. ഇന്ന് തോമാസിയ രണ്ടിവിടെ വന്നിരിക്കുന്നു. ആ തോമാസിയായുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്ക്. ഗീവറീസ് അതാണ് നിൽക്കുന്നു. പരിമല തിരുമേനി, ഇവരെല്ലാം നമ്മളെ അവർ ആത്മാവിൽ നിറഞ്ഞ പിതാവിനെ നോക്കി കണ്ട ആത്മശക്തി പ്രാപിച്ച് അവർ ബാറ്ററി ചാർജ് ചെയ്തിട്ട് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ നമ്മൾ കൂട്ടിവിട്ടാമെങ്കിൽ അത് ശക്തി ഇങ്ങോട്ട് വന്നിട്ട് വിലകീന വശത്ത് നമുക്ക് ചാടി എഴുന്നേക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ മറ്റു ഫലങ്ങളിലേക്കും തിരിഞ്ഞ് ചെതറിപ്പോയതിന് നമുക്ക് ക്ഷമ ചോദിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ബന്ധനമുക്തി പ്രാർത്ഥന നടത്താൻ പോവുക. ഇത്രയും നാൾ നമ്മുടെ കണ്ണ് എവിടെ പോയി? എങ്ങാണ്ടൊക്കെ നോക്കി നടന്നു. ഇപ്പോൾ നമ്മുടെ കണ്ണിനെ ഏകാഗ്രമാക്കി നാളത്തെ ദിവസം നമ്മുടെ സ്വർണ്ണ വെള്ളിയാഴ്ചയാകാൻ വേണ്ടി ഇന്നത്തെ ദിവസത്തെ സ്വർണ്ണ വ്യാഴാഴ്ചയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ കേട്ടതായ വചനം മുഴുവൻ ഇടകേറും നമ്മുടെ ഹൃദയത്തിൽ അതിൽ സ്വർഗത്തിലെ പിതാവിലേക്ക് നോക്കണം. സ്വർഗത്തിലെ പിതാവിൻ്റെ മുഖം കാണണമെങ്കിൽ പിതാവിൻ്റെ മുഖം കാണാൻ നമുക്ക് വേണ്ടി ആക്കിയിരിക്കുന്ന മാലാഖയെ നമ്മൾ അവർക്ക് ദൈവത്തെ സ്തുതിക്കണം. പിതാവിൻ്റെ മുഖം കാണാൻ നമ്മുടെ ഒരു മാലാഖ അവിടെ നിൽപ്പുണ്ട്, വേറൊരു മാലാഖ ഇവിടെ നിൽപ്പുണ്ട്. ഇനി ഇടയ്ക്ക് വിശുദ്ധന്മാരുണ്ട്, മാലാഖമാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഈ ത്രോണോസിൽ കൂടെ ആ കുരിശിലൂടെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെയുള്ളതായ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക്